ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഇഷ്ടപ്പെട്ട സീൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാമെന്നായിരുന്നു. അപ്പോൾ ആ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആ കുഴി പോകുന്നല്ലേ, നമ്മുടെ സുഭാഷ് കുഴി പോകുന്ന ആ ഒരു നമ്മളെ പേടിപ്പിച്ച തിയേറ്റർ മൊത്തം സൈലന്റ് ആക്കി അയച്ച ഒരു സീനായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. പിന്നെ നമ്മൾ ഒരുപാട് ഈ രോമാഞ്ചം വന്ന സീൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിന് മുമ്പുള്ള ആ ഒരു വലിച്ചു കയറ്റുന്നതും അവിടെ ആ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഒക്കെ വന്നതാണ്. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കോരിത്തെരിച്ചു എന്ന് പറയുന്ന ഒരു സീൻ തന്നെയായിരുന്നു. അപ്പൊ അത് നമുക്ക് വീണ്ടും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ ആ ഒരു സീനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ആ ഒരു സീൻ കണ്ടു നോക്കാം. ബീജം കൊടുത്തേക്കുന്നുണ്ടോ അല്ലേ? അടിപൊളിയാണ്. ഒരുപാട് ഓവറല്ല. അവിടെ ഇത് കിട്ടുന്നുണ്ടോ? ബീജം സൈലന്റ് ആയി. ഒന്നര അടിക്കല്ലേ? സൗണ്ട് ഇതിന്റെ ഡയലോഗ് പറഞ്ഞപ്പോ എന്തോ കൈ ഓ ഇതോ കയ്യില് രോമാഞ്ചമായിരുന്നു അല്ലേ?
പാട്ടിന്റെ പാട്ട് കയറി വരുന്നുണ്ട്. പാട്ട് പ്ലേസ് ചെയ്തതല്ലേ സംഭവം. നമ്മൾ ഈ തിയേറ്ററിൽ കണ്ട ചില സിനിമയിലെ ചില രംഗങ്ങൾ മറക്കാത്ത കുറെ സംഭവങ്ങളുണ്ട്. രോമാഞ്ചം എന്ന് വെച്ചാല് ഇതൊക്കെ ലൈഫില് മറക്കാത്ത സീനാണ്. ഈ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിലും മറക്കാൻ പറ്റാത്ത ചില സിനിമകളുടെ ചില സീനുകളുണ്ട്. അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സീൻ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ നിന്ന് കിട്ടി. ഇപ്പോഴും ഇല്ലേ ആ ഒരു കയ്യടിയും ഈ ഒരു പാട്ട് വന്നതും ഇല്ലേ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആ ഒരു പാട്ട് ഈ ഒരു സീന് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ത്രില്ലർ, ഒരു നോർമൽ ഒരു സീനായി മാറിയാണ്. പക്ഷെ ആ ഒരു പാട്ട് അതിനകത്ത് വെച്ചത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഒരു വേറെ ലെവലിലേക്ക് ആ ഒരു സീൻ മാറ്റിക്കൊണ്ടുപോയത്. എനിക്കൊന്ന് തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ ഇല്ലേ ആ ഒരു സോങ് വന്നുകൊണ്ടാണ് തമിഴ്നാട്ടിലും അത്രയും ഹിറ്റായത്. മാത്രമല്ല ഇത് തമിഴ്നാട്ടിൽ ഇത് 2 വട്ടമാണ് പ്ലേ ചെയ്തത്. എല്ലാം മിക്ക തിയേറ്ററിലും നമുക്കറിയാൻ പറ്റും. ഇത് ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാരെ കാണിച്ചത്. 2 വട്ടമാണ് ഈ ഒരു സീൻ അവർ വിട്ടത്. അപ്പൊ അത്രയ്ക്കും അവർക്ക് ആ ഒരു സീനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യുന്നത് ഗുണ സിനിമയിലെ ആ ഒരു സോങ് ആയതുകൊണ്ട് കമലഹാസൻ അവരുടെ നൊസ്റ്റാൾജിക്ക് ആ ഒരു 80-90കളിലെ പാട്ടായിരുന്നു. അപ്പം എല്ലാവരും മനസ്സിലുള്ളതല്ല, ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ട്. പിന്നെ എല്ലാവരും അവിടെ ആൾക്കാർ അഭിപ്രായം പറയുന്നത് ഇത് ഒരു പ്രണയഗാനമാണ്. പക്ഷെ ഇത് ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇത് ആപ്റ്റ് ആയിട്ടുള്ളത് ഈ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയുള്ള പാട്ടായിട്ടാണ് ആപ്റ്റ് ആകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു അഭിപ്രായം മാറ്റിമറിച്ച ഒരു സീൻ തന്നെയായിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സിലെ. അപ്പം ഇതുപോലുള്ള സിനിമകളല്ലേ, ഇതുപോലുള്ള സിനിമകൾ നമുക്ക് തന്നെ അഭിമാനം തോന്നും. നമ്മൾ അപ്പൊ അവരുടെ റിവ്യൂവേഴ്സിന്റെ റിവ്യൂ കേൾക്കുമ്പോൾ അവിടുത്തെ പബ്ലിക് ടോക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സിനിമ തന്നെ ഒരുപാട് സ്റ്റാറ്റസ്, ഇപ്പൊ എനിക്കറിയാവുന്ന ഇപ്പൊ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്റ്റാറ്റസ് നമ്മുടെ സിനിമയിലെ സീൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു അഭിമാനമൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയും ഉള്ള മലയാള സിനിമകളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.